ഹലോ എവരിവൺ, വെൽക്കം ടു ഇൻസൈഡ് റിസർച്ച് അനലിറ്റിക്സ്. നമ്മളെല്ലാവരും ഇപ്പോൾ ന്യൂസിൽ സ്ഥിരമായി കേൾക്കുന്ന ഒരു വാക്കാണ് ട്രംപിന്റെ താരിഫ് ഹൈക്ക്. എന്താണ് താരിഫ് ഹൈക്ക്? ഈ ഒരു കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബേസിക്കലി എന്താണ് താരിഫ് എന്നുള്ളത്? ഒരു കൺട്രി അവരുടെ ഇമ്പോർട്ടഡ് ഗുഡ്സിന്റെ മേൽ ഇമ്പോസ് ചെയ്യുന്ന ഒരു ടാക്സ് ആണ് താരിഫ് എന്നുള്ളത്. ഞാൻ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ അടക്കം പറഞ്ഞു തരാം. നിങ്ങൾ കേരളത്തിലുള്ള ഒരു ടെക്സ്റ്റൈൽ ബിസിനസ് ഓണറാണ്. നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് US-ലും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. നിങ്ങൾക്ക് പല വെറൈറ്റീസ് ഓഫ് പ്രൊഡക്ട്സ് ഉണ്ട്. കാഷ്വൽസ്, ടീഷർട്ട്സ്, അങ്ങനെ പല രീതിയിൽ. നിങ്ങൾക്ക് 25% ആയിരുന്നു താരിഫ് ഉണ്ടായിരുന്നത്. നിങ്ങളുടെ പ്രൊഡക്ട്സിന്റെ ക്വാളിറ്റി നല്ലതായിരുന്നു കൊണ്ട് തന്നെ നമുക്ക് പല രീതിയിലുള്ള കസ്റ്റമേഴ്സും ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അത് ഗവൺമെന്റ് 50% ആക്കി ഉയർത്തി. അപ്പോൾ സെയിം ഉണ്ടായിരുന്ന $10 വിറ്റിരുന്ന ടീഷർട്ട്സ് ഇപ്പോൾ അത് $15 മാറിയിരിക്കുകയാണ്. ഈ ഒരു പ്രൈസ് പലവർക്കും അഫോർഡബിൾ അല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നു. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് പ്രൊഡക്ട്സ് വാങ്ങാൻ ആരംഭിച്ചു. ഇത് നമ്മുടെ പ്രോഫിറ്റ് കുറയ്ക്കുന്നു, നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഡിമാൻഡും കുറയ്ക്കുകയാണ്. ഇതുവഴി ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ടിങ്ങും കുറയുന്നു. ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു എക്സാമ്പിൾ കൂടി പറഞ്ഞു തരാം. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരു ടെക്സ്റ്റൈൽ കമ്പനി, അവരുടെ മേജർ ആയിട്ടുള്ള എക്സ്പോർട്സ് വരുന്നത് US-ലേക്കാണ്. ഏകദേശം 35% മുതൽ 40% വരെ എക്സ്പോർട്സ്. ഈ ഒരു താരിഫ് അവരുടെ കമ്പനിയിലേക്ക് ഇമ്പോസ് ചെയ്യുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് അവരെ എഫക്ട് ചെയ്യാൻ നമുക്ക് നോക്കിയാലോ? പ്രധാനമായും അവരുടെ ഓർഡേഴ്സിന്റെ എണ്ണം കുറയും. അതുകൊണ്ട് തന്നെ അവരുടെ പ്രോഫിറ്റ് മാർജിനും കുറയുന്നതാണ്. ഇതുവഴി അവരുടെ സ്റ്റോക്സിൽ ചെറിയൊരു ഫോളും ഉണ്ടായേക്കാം. ഇതുകൊണ്ട് തന്നെ ഈ ഒരു പരിഹാരത്തിനായി നമ്മുടെ ഗവൺമെന്റ് മറ്റു രാജ്യങ്ങളിലേക്ക് കൂടെ എക്സ്പോർട്ടിംഗ് ഇപ്പോൾ നോക്കുന്നുണ്ട്. ഈ താരിഫ് ഇമ്പോസിഷൻ മെയിൻ ആയിട്ട് എഫക്ട് ചെയ്യുന്ന ഏതൊക്കെ സെക്ടറിനെയാണ് നമുക്ക് നോക്കിയാലോ? ഇത് പ്രധാനമായും എഫക്ട് ചെയ്യുന്നത് ജെംസ് ആൻഡ് ജ്വല്ലറി, ടെക്സ്റ്റൈൽസ് ആൻഡ് അപ്പാരൽസ്, കെമിക്കൽ പ്രോഡക്ട്സ്, ഓട്ടോ പാർട്സ്, ഇത്തരത്തിലുള്ള സെക്ടറിനെയാണ് ഇത് മേജറായി എഫക്ട് ചെയ്യാൻ പോകുന്നത്. ഏകദേശം 40% മുതൽ 50% വരെയാണ് ഇവരുടെ എക്സ്പോർട്ടിങ്ങിനെ ഇത് താൽക്കാലികമായി ബാധിക്കാൻ പോകുന്നത്. ഇനി നിങ്ങൾ ഒരു ഇൻവെസ്റ്റർ ആണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ സ്റ്റോക്സ് ഡൈവേഴ്സിഫൈ ചെയ്യുക, ഇന്നോവേറ്റ് ചെയ്യുക, വാല്യൂ ആഡ് ചെയ്യുക. ഇത് നിങ്ങളെ സർവൈവ് ചെയ്യാൻ മാത്രമല്ല നിങ്ങളുടെ സ്റ്റോക്സിൽ ഗ്രോത്ത് ഉണ്ടാക്കാനും സഹായിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.